ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് മഹാഭാഗവത സപ്താഹം ഇന്ന് ആറാം ദിവസത്തിൽ ദശമസ്കന്ധത്തിലെ 80-ാമത്തെ അധ്യായമാണ് ഇപ്പോൾ പാരായണം ചെയ്യാൻ പോകുന്നത്. 80-ാമത്തെ അധ്യായത്തിലാണ് കുചേലോപാഖ്യാനം. ശ്രീ കുചേലൻ തൻ്റെ കൂടെ പഠിച്ച തൻ്റെ സതീർത്ഥ്യനായ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ ഭാര്യയുടെ ഉപദേശപ്രകാരം പോവുകയാണ്. എപ്പോഴും ഭക്തി മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന്. ഭക്തിയോടുകൂടി എപ്പോഴും ഭഗവാനെ ഭജിക്കുക, വേറെ ഒന്നും വേണ്ട. എന്നാൽ ദാരിദ്ര്യം നിമിത്തം തീരെ സാധിക്കാത്ത ആ ഭാര്യ നിങ്ങളുടെ തോഴനായ ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്ന് പോയി കണ്ടിട്ട് വരൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അയക്കുകയാണ്. അങ്ങനെ അയക്കുമ്പോൾ എൻ്റെ കൃഷ്ണനെ കൊടുക്കുവാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും വേണ്ടേ എന്ന് ചോദിച്ച പ്രകാരം അടുത്ത വീടുകളിലൊക്കെ പോയി അല്പം നെല്ല് കൊണ്ടുവന്ന് അത് അവിലാക്കി ശ്രീകൃഷ്ണ ഭഗവാൻ കൊടുക്കുവാൻ വേണ്ടി കൊടുക്കുകയാണ്. അത് ഈ കുചേലൻ എന്ന് പറയുന്ന സുദാമാവ് ഭഗവാന് കൊടുക്കാതെ മടിച്ചു വയ്ക്കും. എന്നാൽ ഭഗവാൻ ആ കുചേലൻ്റെ കയ്യിൽ നിന്നും അത് പിടിച്ചു പറിച്ചെടുക്കുന്നു. ആ ഭഗവാന് കൊടുക്കുവാൻ എത്ര അല്പമായാലും അത് കൊണ്ടുപോയാൽ അതിൻ്റെ 100 ഇരട്ടി ഭഗവാൻ നമുക്ക് തരും എന്ന് കാണിച്ചു തരുന്ന മാതിരി കുചേലന് സർവ്വ ഐശ്വര്യവും ഭഗവാൻ കുചേലൻ ആവശ്യപ്പെടാതെ തന്നെ നൽകുന്നു. അതാണ് 80-81 അധ്യായങ്ങളിലായിട്ട് ശ്രീമദ് മഹാഭാഗവതത്തിൽ രചിച്ചിട്ടുള്ളത്. ശ്രീശുക ഭഗവാനോട് രാജാവ് ചോദിക്കുകയാണ്, എല്ലാ കഥകളും പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല എന്ന മാതിരി ശ്രീശുക ബ്രഹ്മർഷി ഇരിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, അല്ലയോ ഭഗവാനെ, എനിക്ക് ഇനിയും എൻ്റെ ശ്രീകൃഷ്ണൻ്റെ കഥ കേട്ടിട്ട് മതിയായിട്ടില്ല, എനിക്ക് എന്നും കുറച്ചുകൂടി പറഞ്ഞു തരൂ. ശൃണോത്തു സത്പുണ്യ പുതാസകർണ, എൻ്റെ ചെവികൾക്ക് എന്നും മതിയായിട്ടില്ല, എന്നും വീണ്ടും പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ ആ വിഷ്ണുരാധനായ ശ്രീശുക ബ്രഹ്മർഷി അല്പനേരം ആലോചിച്ചിട്ട് ഇങ്ങനെയൊരു കഥയുണ്ട് എന്ന് പറഞ്ഞ് ആലോചിച്ച് ഭഗവാന്റെ ജീവിതത്തിലെ ഈ ഒരു സന്ദർഭം എടുത്തു പറയുകയാണ്. ഒരിക്കലും ഓരോരോ കാര്യം ഒരേപോലെയല്ല വരുന്നത്, ഇടയിൽ നടന്നത് ഓർമ്മ വരുന്നത് എടുത്തു പറയുകയാണ് സംവാദ രൂപത്തിൽ. അത ശീതിതമോധ്യായ രാജോവാച ഭഗവാൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മന വീര്യാണനന്ദ വീരസ്യ ശ്രോതുമിച്ഛാമഹേ പ്രഭോ. ഒരുമിച്ച് പാടി. കോനുശ്രുത്വാസകൃദ്ബ്രഹ്മൻ ഉത്തമ ശ്ലോക തത്കഥ വിരമേത വിശേഷജ്ഞോ വിഷണ്ണ കാമമാർഗണേ സവാഗ്യയാ തസ്യ ഗുണാൻ ഗൃണീതേ കരൗച തത്കർമ്മ കരോ മനശ്ച സ്മരേദ്വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തത്പുണ്യകഥാസകർണ. വീണ്ടും കഥകളെ കേൾപ്പിക്കൂ. ശിരസ്തു സസ്യോപൈലിംഗമാനമേ തദേവ യത് പശ്യതി തദ്ദിചക്ഷു അംഗാനി വിഷ്ണോരതജ്ജനാനാം പാദോദകം യാനി ഭജന്തി നിത്യം. സൂതോവാച വിഷ്ണുരാധേന സംപൃഷ്ടോ ഭഗവാൻ ബാദരായണി. വിഷ്ണുരാധൻ ഇപ്രകാരം ചോദിച്ചപ്പോൾ ഭഗവാൻ ബാദരായണി, അതായത് ശ്രീശുക ബ്രഹ്മർഷി വാസുദേവേ ഭഗവതി നിമഗ്ന ഹൃദയോ ഭവീത്. ഭഗവാനെ ചിന്തിച്ച് ധ്യാനത്തോടുകൂടി ഇരുന്നു ഈ കഥ പറയുകയാണ്. ശ്രീശുഗോവാച കൃഷ്ണസ്യാസി സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാസമി തസ്യ ഭാര്യ കുജൈലസ്യ ക്ഷുക്ഷാമാച തഥാവിധാ പതിവ്രതാ പതിം പ്രാഹ മ്ലായദാവദനേന സാ ദരിദ്രാസീതമാനാ സാ വേപമാനാഭിഗമ്യജ നനു ബ്രഹ്മൻ ഭഗവതാ സഖാ സാക്ഷാത് ശ്രിയപതി ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സാത്വദർശഭ തമുഭേഹി മഹാഭാഗ സാധൂനാം ച പരായണം ദാസ്യദ്യ ദ്രവിണം ഭൂരി സീതദേതി കുടുംബിനി ആസ്തേ ദുനാ ദ്വാരവത്യാം ഭോജവൃഷ്ണ്യന്ത്യഗീശ്വര സ്മരത പാദകമല ആത്മാനം അഭിയച്ഛതി കിം നർത്ത കാമാൻ ഭജതോ നാത്യഭീഷ്ടാൻ ജഗദ്ഗുരു. ഓം ശ്രീകൃഷ്ണായ നമ. ഭാര്യ പറയുകയാണ്, നിങ്ങളുടെ തോഴനായിട്ടുള്ള ശ്രീകൃഷ്ണനെ ഭഗവാനെ ഒന്ന് പോയി കണ്ടിട്ട് വരൂ. ഏവം ഭാര്യയാ വിപ്രോ
ബഹുശ പ്രാർത്ഥിതോ മുതു അയം ഹി പരമോ ലാഭോ ഉത്തമ ശ്ലോക ദർശനം. ബഹുശ ഒരുപാട് പ്രാവശ്യം ഭാര്യ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെയല്ലേ ഭഗവാൻ ആ ഉത്തമനെ കണ്ടാൽ ഭാഗ്യമുണ്ടാകുക, ലാഭമുണ്ടാകുക എന്ന് കരുതി പുറപ്പെടുന്നു. ഇതി സഞ്ചിന്യ മനസ ഗമനായ മതിന്ദതേ അപ്യപ്തു പ്രായനം കിഞ്ചിത് ഗൃഹേ കല്യാണി ദീയതാം യാജിത്വാ ചതുരൂ മുഷ്ടിൻ വിപ്രാൻ മൃദുക തണ്ടുലാൻ ചൈലഖണ്ഡേന താൻ ബദ്ധ്വാ ഭർത്രേ പ്രാതാദുപായനം സാ താനാധായ വിപ്രാഗ്ര്യ പ്രയയോ ദ്വാരകാം കില കൃഷ്ണ സന്ദർശനം മഹ്യം കഥം സ്യാദിതി ചിന്തയൻ തൃണീഗുൽമാന്യതീയായ തിസ്രകക്ഷാച സർദ്വിജ വിപ്രോ ഗമ്യാന്തകവൃഷ്ണീനാം ഗൃഹീഷച്യുതധർമ്മിണാം ഗൃഹം ദിശ്യ സഹസ്രാണാം महिषीणां हरेर्दिजा विवेशेगतमं श्रीमद् ब्रह्मानन्दं गदो यदा तां विलोक्याच्युतो दूरात् प्रियपर्यङ्गमास्थिता सहसोत्थाय चाभ्येत्य दोर्भ्यां परिगृहीमुदा. ദൂരെ ആ തൻ പോയാൽ എങ്ങനെയുണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ചു വരുന്ന ആ കുചേലനെ ദൂരെ കണ്ടപ്പോൾ ഭഗവാൻ തൻ്റെ പ്രിയയുമായിട്ട് പര്യങ്കത്തിലിരുന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ഓടി ഇറങ്ങി പോയി കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്നതും ആ ഭഗവാൻ ആ വിപ്രനെ കണ്ടപ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിന് കൊണ്ടുണ്ടാകുന്ന അശ്രുക്കളുമൊക്കെയാണ് പാരായണം ചെയ്യുന്നത്. തം വിലോക്യാചതോ ദൂരാത് പ്രിയാ പര്യങ്കമാസ്ഥിത സഹസോത്തായ ചാഭ്യേത്യ ദോർഭ്യാം പരിഗൃഹീന്മുത സത്കുപ്രിയസ്യ വിപ്രശ്രേ രംഗസംഘാതി നിർവൃത പ്രീതോ വിമുഞ്ചാത ബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരേക്ഷണ അധോ ഭവേശ്യ പര്യങ്കേ സ്വയം സഖ്യുസമർഹണം ഉപഹൃത്യാവനിജ്യാസ്യ പദോപാദാവജനേ ജനീ അഗ്രഹീചി ശിരസാരാജൻ ഭഗവാൻ ലോകപാവന വെലിംബദ്ദിവ്യഗന്ധേന ചന്ദനാഗരു കുങ്കുമേ. ഭഗവാൻ എന്തെന്ത് ചെയ്തില്ല എന്നാണ് പിടിച്ച് അവിടെ ആ പര്യങ്കത്തിൽ ഇരുത്തി കാലൊക്കെ കഴുകി നല്ല ചന്ദനവും കുങ്കുമവും ഒക്കെ തടവിക്കൊടുത്ത് ധൂപങ്ങളും ദീപങ്ങളും ഒക്കെ കാട്ടി ധൂപീസുരഭിർമിത്തം പ്രദീപാവലിഭിർമുദ അർച്ചിത്വാ വേദ്യ താംബൂലം ഗാം ച സ്വാഗതമബ്രവീത് വെത്തിരയൊക്കെ കൊടുത്ത് കുജൈലം മലിനം ശ്യാമം ദ്വിജം ദമനി സന്തതം ദേവീ പര്യശരത് സാക്ഷാത് ചാമരവ്യജനാനവേ. മലിനമായിട്ടുള്ള മോശം വസ്ത്രം ധരിച്ചിട്ടുള്ള ആ ദമനി എന്നാൽ ഞരമ്പെല്ലാം എടുത്തു നിൽക്കുന്ന ആ മനുഷ്യനെ ദേവി ചാമരം വീശിക്കൊടുത്തു. അപ്പോൾ അന്തഃപുരത്തിലുള്ള ജനങ്ങളൊക്കെ വിസ്മയപ്പെടുകയാണ്. ആരാണിത്? ഇങ്ങനെയുള്ള ഈ മനുഷ്യൻ ആരാണ്? അവധൂതനോ മറ്റോ ആണോ? എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ പൂജിക്കുന്നത് എന്ന് എല്ലാവരും ആശ്ചര്യപ്പെടുകയാണ്. അന്തഃപുരജനോ ദൃഷ്ട്യ കൃഷ്ണേനാമല കീർത്തിന വിസ്മിതോ ഭൂതതിപ്രീത്യ അവധൂതം സഭാജിതം കിമനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുണ ശ്രിയാ ഹീനേന ലോകേസ്മിൻ ഗർഹിതേനാദമേന ച യോസോ ത്രിലോകഗുരുണ ശ്രീനിവാസേന സംവൃത പര്യങ്കസ്താം ശ്രിയം ഹിത്വാ പരിശ്വക്തോ ഗ്രജോ യഥാ കഥയാം ചക്രുർഗാദ പൂർവാ ഗുരുകുലേ സദോ ആത്മനേർലൊളിധാരാജൻ കരോ ഗൃഹ്യ പരസ്പരം. ആ കുചേലൻ്റെ രണ്ട് കൈകളും കെട്ടിപ്പിടിച്ച് അവിടെ ഭഗവാൻ അവനെ അടുത്തിരുന്നിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ എന്തൊക്കെയാണ് ചരിത്രം, നിൻ്റെ ഗൃഹത്തിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ചോദിച്ച് ഗുരുകുലവാസത്തിനെ കുറിച്ചൊക്കെ ഭഗവാൻ ആ സുദാമാവുമായിട്ട് സംസാരിക്കുകയാണ് അടുത്ത ഭാഗങ്ങളിൽ. ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീ ഭഗവാനുവാച അഭിബ്രഹ്മൻ ഗുരുകുലാത് ഭവതാലബ്ധ ദക്ഷിണാത് സമാവൃത്തേന ധർമ്മജ്ഞ ഭാര്യോടോ സദൃശീനവ പ്രായോ ഗൃഹേഷു തേ ചിത്തം അകാമം വിഹിതം തഥാ നൈവാദിപ്രിയ സേവിദ്വൻ ധനേഷു വിഹിതം ഹിമേ കേചിത് കുർവന്തി കർമാണി കാമേരഹതചേതസ ത്യജന്ത പ്രകൃതിർദേവീർ യഥാഹം ലോകസംഗ്രഹം കച്ചിത് ഗുരുകുലേ വാസം ബ്രഹ്മൻ സ്മരസി നൗ യഥാ ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസപാരമശ്നുതേ സവൈ സത്കർമ്മണാം സാക്ഷാത് ദ്വിജാതീരിഹ സംഭവ ആദ്യോംഗ യത്രാശ്രമിണാം യഥാഹം ജ്ഞാനദോ ഗുരു നന്വർത്ഥ കോവിദാ ബ്രഹ്മൻ വർണ്ണാശ്രമ വദാമിഹ
യേ മയാ ഗുരുണാ വാച തരന്ത്യഞ്ജോ ഭവാർണവം നാഹമിജ്യാ പ്രജാപ്തിഭ്യാം തപസോപശമേന വാ തുഷ്യേയം സർവഭൂതാത്മാ ഗുരുശുശ്രൂഷയാ യഥാ അഭിനസ്മര്യതേ ബ്രഹ്മൻ വൃത്തം നിവസതാം ഗുരു ഗുരുദാരേശ്ചോദിതാനാം അമിന്ദാനായനീ കുജിത്. ഇന്ധനത്തിന് വേണ്ടി പോയപ്പോൾ സംഭവിച്ച കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലയോ കൂട്ടുകാരാ, നാം രണ്ടുപേരും ഗുരുവിൻ്റെ ഭാര്യ പറഞ്ഞതനുസരിച്ച് ഇന്ധനം എടുക്കുവാൻ വേണ്ടി കാട്ടിൽ പോയപ്പോൾ നടന്ന കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? പ്രവിഷ്ടാനാം മഹാരണ്യം അപർത്തോ സുമഹദ്ദിജ വാദവർഷമഭൂതീവ്രം നിഷ്ഠൂരാസ്തനയിത്നവ സൂര്യാസ്ത്രം ഗതസ്ഥാവത് തമസാ ചാവൃതാ ദിശ നിമ്നം കൂലം ജലമയം ന പ്രാജ്ഞായത കിഞ്ചന. സൂര്യൻ അസ്തമിച്ചു, ഭയങ്കരമായ കാറ്റും മഴയും വന്നു. നമ്മൾ രണ്ടുപേരും ഭയങ്കരമായി പേടിച്ച് അന്യോന്യം കെട്ടിപ്പിടിച്ച് നിന്ന കാര്യമൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ്. വയം വൃശം തത്ര മഹാനിലാംബുബിർ നിഹന്യമാനാ മുഹുരംബ സംപ്ലവേ ദിശോ വിദന്തോദ പരസ്പരം വനേ ഗൃഹീത ഹസ്താ പരിഭ്രമാതുരാ ഏതദ്വിദിത്വാ ഉദിതേ രവോ സാന്ദീപ നിർഗുരു അന്വേഷമാണോ ന ശിഷ്യാന ആചാര്യോ പശ്യതാതുരാൻ. ഉദിക്കാൻ തുടങ്ങിയപ്പോൾ ആ ആചാര്യൻ നമ്മളെ അന്വേഷിച്ച് ഓടി വന്ന് ഹേ പുത്ര മക്കളെ എന്ന് ചോദിച്ച് നമ്മളെ വിളിച്ച് നടന്നതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? അഹോ ഹേ പുത്രകായൂയം അസ്മദർത്ഥേതി ദുഃഖിത ആത്മേവൈ പ്രാണിനാം പ്രേഷ്ട സമാനാധൃത്യമത്പര ഏതദേവ ഹി സച്ചിഷ്യേ കർത്തവ്യം ഗുരുനിഷ്കൃതം യദ്വൈ വിശുദ്ധഭാവേന സർവാത്മാർപ്പണം ഗുരു. ഗുരുവിന് സർവ്വവും സമർപ്പിച്ചവർക്ക് എല്ലാവിധ നന്മയും ഉണ്ടാകും എന്ന് ഗുരു പറഞ്ഞ് അനുഗ്രഹിച്ചത് ഓർമ്മയുണ്ടോ? തുഷ്ടോഹം ശ്രേഷ്ഠ സത്യാസന്തു മനോരഥ ചന്ദാംശയാദയാമാനി ഭവന്തിഹ പരത്രഭ ഇത്തം വിധാന്യനേകാനി വസതാം ഗുരുവേശ്മസു ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. ബ്രാഹ്മണോ വാച ഹിമസ്മാഭിരനവൃത്തം ദേവദേവ ജഗദ്ഗുരു ഭവതാ സത്യകാമേന യേഷാം വാസോ ഗുരാവഭൂത് യസ്യ ഛന്ദോമയം ബ്രഹ്മ ദേഹ ആവപനം വിഭോ ശ്രേയസാം തസ്യ ഗുരുഷു വാസോത്യന്തന്ത വിഡംബനം. ആ ഗുരുവിൻ്റെ അടുത്ത് പോയതും പഠനം നടത്തിയതുമൊക്കെ അവിടുന്ന് ഒരു പ്രഹസനമായി ചെയ്തതല്ലേ? അവിടുന്ന് അറിയാത്തതായിട്ട് എന്താണുള്ളത് എന്ന് ബ്രാഹ്മണൻ, അതായത് സുദാമാവ് തിരിച്ചു പറയുകയാണ്. ഓം തത്സതി ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശ്രീരാമചരിതേ ശീതിതമോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓ നമോ ഭഗവതേ വാസുദേവായ. അത് ഏകാശീതിതമോധ്യായ. ഈ 2 അധ്യായങ്ങളും ചേർന്ന ആളാണ് ഈ കുചേലോപാഖ്യാനം പൂർണ്ണമാകുക. കുചേലനോട് ഭഗവാൻ ചോദിക്കുകയാണ്, നീ വരുമ്പോൾ എന്തായാലും എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാകും, എനിക്ക് തരൂ എന്ന് പറയുകയാണ്. കുചേലൻ കയ്യിൽ വെച്ചിട്ടുള്ള അവില് ഭഗവാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ കുചേലൻ അത് കൊടുക്കാതെ ഒളിച്ചൊളിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നീ എന്തെങ്കിലും എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും, എന്തായാലും എനിക്കത് തരൂ എന്ന് പറഞ്ഞ് കുചേലൻ കൊടുക്കാത്തപ്പോൾ ആ അവിൽ പിടിച്ചെടുത്ത് ഭഗവാൻ താൻ ഭക്ഷിക്കുമ്പോൾ ആ സർവൈശ്വര്യവും അവിടെ ഉണ്ടാവുകയാണ് കുചേലൻ്റെ വീട്ടിൽ. അതേമാതിരി നാമും നമ്മുടെ ഹൃദയം ഭഗവാന് സമർപ്പിക്കുന്നത് മാതിരി, ആ കുചേലൻ സമർപ്പിച്ചത് മാതിരി നമ്മുടെ മനസ്സാകുന്ന അവിൽ ഭഗവാന് തൃക്കാൽക്കൽ ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ്. സമർപ്പിക്കേണ്ടവരുന്നവർക്കെല്ലാം ഇവിടെ അവിൽക്കിഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും എടുത്ത് ആ നെറുക്കിലയിൽ സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. അത ഏകാശീതിതമോധ്യായ ശ്രീശുഗോവാച സയിത്തം ദ്വിജമുഖ്യേന സഹ സംകഥയൻ ഹരിം സർവഭൂതമനോഭിജ്ഞ സ്മയമാന ഉവാചതം ബ്രഹ്മണ്യോ ബ്രാഹ്മണം കൃഷ്ണോ ഭഗവാൻ പ്രഹസം പ്രിയം പ്രേംനാ നിരീക്ഷണേനൈവ പ്രേക്ഷൻ ഖലു സദാം ഗതിം. ശ്രീ ഭഗവാനുവാച കിമുപായനമാനീതം ബ്രഹ്മൻ മേ ഭവതാ ഗൃഹാത് അണ്വപ്യുപാഹൃതം ഭക്തി പ്രേംനാ ഭൂരീവ മേ ഭവേത് ഭൂര്യപ്പി ഭക്തോപഹൃതം നമേ തോഷായ കൽപ്പതേ. അവരോട്
ഓം ശ്രീകൃഷ്ണായ നമ. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അസ്നാമി പ്രേതാത്മന. എന്നോട് താല്പര്യമുണ്ടായി, എന്നോട് ഇഷ്ടം കൊണ്ട് എന്തു കൊണ്ടുവന്നാലും, ഒരു ഇരക്കഷ്ണമായാലും ഒരു തുള്ളി വെള്ളമായാലും പോലും ഞാനത് ഭക്തിയോടുകൂടി എനിക്ക് തന്നാൽ ഞാൻ സ്വീകരിക്കും, ഒന്നും മടിക്കേണ്ട ആവശ്യമില്ല എന്ന് എന്തു പറഞ്ഞിട്ടും പോലും കുചേലന് അത് കൊടുക്കുവാനുള്ള ആ ഒരു ഇത് വരുന്നില്ല, നാണം കൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല ഭഗവാന്. അങ്ങനെയുള്ള കുചേലൻ്റെ അടുത്ത് നിന്ന് ഭഗവാൻ അത് പിടിച്ചു വാങ്ങുകയാണ് ഉണ്ടായത്. നമ്മുടെ അടുത്ത് നിന്നും ഇങ്ങനെ ഭഗവാൻ പിടിച്ചു വാങ്ങുവാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നാം ഭഗവാനെ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇത്യുക്തേ ബിരിജസ്തസ്മൈ പ്രീഡിതപദയേ ശ്രിയാ പൃഥുകപ്രസുതിം രാജൻ ന പ്രായച്ഛത വാങ്മുഖ സർവഭൂതാത്മദൃക് സാക്ഷാത് തസ്യാഗമന കാരണം. ഓം ശ്രീകൃഷ്ണായ നമ. വിജ്ഞായ ചിന്തയന്നായം ശ്രീകാമോ മാ ഭജത്പുരാ പത്ന്യാ പതിവ്രതായാസ്തു സഖാ പ്രിയ ചികിത്സയാ പ്രാപ്തോ മാമസ്യ ദാസ്യാമി സമ്പദോ മർത്യ ദുർലഭ ഇത്തം വിജിന്യ വസന ചീരബദ്ധാതു ജന്മന സ്വയം ജഹാരക്കിമിതം ഇതി പൃഥുകതണ്ഡുലാൻ നന്നേതദുപനീതം മേ പരമപ്രീണനം സഖി തർപ്പയന്ത്യംഗമാം വിശ്വം ഏതേ പൃഥുകതണ്ഡുല. ആ പൃഥുകം എടുത്ത് ആവിൽ പൊതിയെ എടുത്ത് കൊണ്ടുവന്ന് പിടിച്ചെടുത്ത് വലിച്ചെടുത്ത് ഭഗവാൻ തൻ്റെ ഒരു മുഷ്ടി കയ്യിലെടുത്ത്, ആഹാ ഞാൻ ഇത് എത്ര കാലമായി ആഗ്രഹിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വായിലേക്ക് സമർപ്പിക്കുകയാണ്. ഇതി മുഷ്ടിം സകൃദ്ധ്വാ ദ്വിതീയാം ജഗ്ദുമാദദേ താവച്ചീർഗൃഹേ ഹസ്തം തത്പരാ പരമേഷ്ഠിന. ഒരു പ്രാവശ്യം ഒരു ഭാഗം അങ്ങനെ എടുത്ത് വായിലിട്ട് കഴിച്ച് വീണ്ടും എടുക്കാൻ നോക്കിയപ്പോൾ ആ ദേവി വന്ന് കൈ പിടിച്ചുകൊണ്ട് നിർത്തുകയാണ്. മതി, ധാരാളമായി, ഇത്ര മതി എന്ന് പറഞ്ഞുകൊണ്ട്. ദേവിക്കറിയാം ഭഗവാൻ ആ ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ തന്നെ അവിടെ ഉജ്ജ്വലൻ്റെ വീട്ടിൽ സർവ്വ ഐശ്വര്യവും വന്നു കഴിഞ്ഞു. ഇനിയും കഴിച്ചാൽ അത് വളരെ അധികമായി പോകും എന്നതുകൊണ്ട് ദേവി ഭഗവാനെ അവിടെ നിർത്തുകയാണ്. ഭഗവാൻ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ ഇത്രയെന്നില്ല, ഭഗവാന്റെ അനുഗ്രഹത്തിന് ഒരു അതിരുമില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അത്രയ്ക്കുമായി ആ ദരിദ്രനായ ബ്രാഹ്മണനെ ഭഗവാൻ ഇപ്പോൾ അനുഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ കുചേലന് ഇതൊന്നും അറിയില്ല. ഇതി മുഷ്ടിം സകൃജ്ജഗ്ധ്വാ ദ്വിതീയാം ജഗ്ദുമാദദേ താവശ്ചീഗൃഹേ ഹസ്തം തത്പരാ പരമേഷ്ഠിന ഏതാവതാലം വിശ്വാത്മൻ സർവസമ്പൽ സമൃദ്ധയേ അസ്മിൻ ലോകേ തവാമുഷ്മിൻ പുഷ്പം തത്തോഷകാരണം ബ്രാഹ്മണസ്ത്വാം ദുരാജനീം ഉഷിത്വാച്യുതമന്ദിരേ ഭുക്ത്വാ പീത്വാ സുഖം മേനി ആത്മാനം സ്വർഗതം യഥാ ശോഭൂതി വിശ്വഭാവേന സുസുഖീനാഭിവന്ദിത ജഗാമസ്വാലയം താതാ പൃത്യനുവൃജ്യ നന്ദിത സചാലബ്ധ്വാധനം കൃഷ്ണാൻ നദുയാജിതവാൻ സ്വയം സ്വഗൃഹാൻ വ്രീഡിതോ ഗച്ഛൻ മഹർദർശന നിർവൃത അഹോ ബ്രഹ്മണ്യദേവസ്യ ദൃഷ്ട്വാ ബ്രഹ്മണ്യതാമയ യദ്ദരിദ്രതമോ രശ്മിം ആശ്ലിഷ്ടോ ബിഭ്രതോരസി ക്വാഹം ദരിദ്രപാപീയാൻ കോ കൃഷ്ണ ശ്രീനികേതന ബ്രഹ്മബന്ധുരിതി സ്മാഹം ബാഹുഭ്യാം പരിരംഭിത. എവിടെ കിടക്കുന്നു ഈ സകല ഐശ്വര്യത്തിനും നിധിയായ ഭഗവാൻ? എവിടെ കിടക്കുന്നു ഈ ദരിദ്രനായ ഞാൻ എങ്ങനെയാണ് ഭഗവാനോട് എന്തെങ്കിലും ചോദിക്കുവാൻ പോലും എനിക്ക് മടിയാകുന്നു. എൻ്റെ ഭാര്യയാണെങ്കിൽ എന്തെങ്കിലും ചോദിച്ചു വാങ്ങാനാണ് എന്നെ അയച്ചത് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് ഭഗവാന്റെ എല്ലാവിധ പരിചരണങ്ങളും ലഭിച്ച ആ സുധാമാവ് വീട്ടിലേക്ക് ഓരോന്നും ആലോചിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ്. നിവാസിത പ്രിയാജുഷ്ടേ പര്യങ്കേ ഭ്രാതരോ യഥാ महिष्यावीजिदाश्रान्तो वालभ्यजनहस्तया शुश्रूषया परमया पादसंहननादिभिः पूजितो देवदेवेन विप्रदेवेन देववत् स्वर्गापवर्गयो पुंसां रसायां भुवि सम्पदां सर्वसामपि सद्दीनां मूलं तच्चरणार्चनम् अदनोऽयं धनं प्राप्य
മാദ്യന്നുച്ചേന്ന മാം സ്മരേ ഇതി കാരുണികോ നൂനം ധനം മേ ഭൂരിനാദദാത്. ധനം തന്നാൽ ഞാൻ അഹങ്കാരിയായി പോകും എന്ന് കരുതിയിട്ടായിരിക്കാം ഭഗവാൻ എനിക്ക് ധനം നൽകാതിരുന്നത് എന്ന് ചിന്തിക്കുകയാണ്. ഇതി തച്ചിന്തയന്നന്ദ പ്രാപ്തോ നിജഗൃഹാന്തികം സൂര്യാനലേന്ദു സംഘാശേർ വിമാനേ സർവൃതോ വൃതം വിചിത്രോപവനോദ്യാനേ കൂജദ്വിജകുലാകുലേ പ്രോത്ഫുല്ലകുമുദാംബോജ കൽഹാരോൽപല ഭാരിഭി ജുഷ്ടം സ്വലംകൃതേ മുമ്പി സ്ത്രീഭിച്ച ഹരിണാക്ഷിഭി കിമിതം ഗസ്യവാസ്ഥാനം കഥം തദിതമിത്യഭൂത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തൻ്റെ വീടിൻ്റെ അടുത്ത് പോകുമ്പോൾ കണ്ടത് വിചിത്രമായിട്ടുള്ള അതിമനോഹരമായ വീടും ചുറ്റുപാടും അലങ്കാരം കൊട്ടാരങ്ങളും ദാസിമാരുമൊക്കെയാണ്. ഏവം മീമാംസമാനം തം നരാനാര്യോ മരപ്രഭ പ്രത്യഗൃഹ്ണൻ മഹാഭാഗം ഗീതവാദ്യേന ഭൂയസ പതിമാഗതമാകർണ്യ പത്യുദർശാദി സംവൃത നിശ്ചക്രാമഗൃഹാത്തൂർണം രൂപിണീ ശ്രീരിവാലയത് പതിവ്രത പതിം ദൃഷ്ട്വാ പ്രേമോത്കണ്ഠാ സുലോചന മേദിദാക്ഷണമുദ്ബുദ്ധ മനസാ പരിഷസ്വജേ പത്നിം വീക്ഷ്യ സ്ഫുരന്തീം ദേവീം വൈമാനികീമിവ ദാസീനാം നിഷ്കണ്ഠീനാം മധ്യേ ഭാന്തിം സവിസ്മിത പ്രീതസ്വയം ത്വയാ യുക്ത പ്രവിഷ്ടോ നിജമന്ദിരം മണിസ്തംഭശതോഭേദം മഹേന്ദ്രഭുവനം യഥാ ഭയഫേന നിഭാശയ്യ ദാന്താരുക്മപരിച്ഛദ പര്യങ്കാ ഹേമദണ്ഡാനി ചാമരവ്യജനാനി ച ആസനാനി ച ഹൈമാനി മൃദുഭസ്തരണാനി ച മുക്താധാവവിളംബീനി വിതനാനി ദ്വിമന്തി ച സ്വച്ഛസ്ഫടികകുഡ്യേഷു മഹാമാരകദേഷു ച രത്നദീപാ ഭ്രാജമാന ലലനാരത്ന സംയുത. ആ കുചേലൻ്റെ കൊട്ടാരത്തെ വർണ്ണിക്കുകയാണ്. രത്നങ്ങൾ കൊണ്ടും മുത്തുകൾ കൊണ്ടും നിറഞ്ഞ അതിമനോഹരമായ കൊട്ടാരവും ദാസിമാരും മറ്റുള്ള സൗകര്യങ്ങളും ഒക്കെ കുചേലന് ഭഗവാൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. വിലോക്യ ബ്രാഹ്മണസ്തത്ര സമുദീം സർവസമ്പദാം തർക്കയാമാസ നിർവ്യാഗ്ര സ്വസമൃദ്ധിമഹൈതുകീം. ഇതൊക്കെ കണ്ട് കുചേലൻ മോഹിച്ചു പോയിട്ടില്ല. പിന്നീടും ഭഗവാനെ തന്നെ സ്മരിച്ച് ഭഗവാനിൽ തന്നെ ലയിച്ച് ജീവിക്കുകയാണ് ഉണ്ടായത്. ന്യൂനം ബധൈതൻ മമ ദുർഭഗസ്യ ശ്വശദരിദ്രസ്യ സമൃദ്ധി ഹേതു മഹാവിഭൂതിരവലോകതോന്യ നൈവോപദ്ധ്യേതയുത്തമസ്യ നന്വബ്രുവാണോ ദിശതേ സമക്ഷം യാജിഷ്ണവേ ഭൂര്യഭിഭൂരിഭോജ പർജന്യവത്ത സ്വയമീക്ഷമാണോ ദാശാർഹകാണാംഷഭസ്സഗാമേ കിഞ്ചിത് കരോർത്തൂർവ്വഭി സർവദത്ത് കിഞ്ചിത് കരോർത്തൂർവ്വഭി യത്സ്വദത്തം സുഹൃത്കൃതം ഫൽഗ്വഭി ഭൂരികാരി മയോപനീതാം മൃദുകൈകമുഷ്ടിം പ്രത്യഗൃഹീത് പ്രീതിയുതോ മഹാത്മാ. മഹാത്മാവ് ഒരു പിടി അവിലെടുത്തിട്ട് എനിക്ക് എന്തൊരു ഭയങ്കരമായ സൗഭാഗ്യമാണ് നൽകിയത് എന്ന് നോക്കൂ എന്ന് കുചേലൻ പറയുകയാണ്. തസ്യൈവമേ സുഹൃത സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാത് മഹാനുഭാവേന വിഷജ്ജതസ്തത്പുരുഷ പ്രസംഗ ഭക്തിത്ര ഭഗവൻ ഹി സമ്പദോ രാജ്യം വിഭൂതിം ന സമർത്ഥയേത്യജ അദീർഘബോധായ വിചക്ഷണ സ്വയം പശ്യന്നിപാദം ധനിനാമദോത്ഭവം നിത്യം വ്യവസിതോ ബുദ്ധ്യാ ഭക്ത്യോ ദീവ ജനാർദ്ദനെ വിഷയാൻ ജായയാത്യക്ഷ്യൻ ബുഭുജേനാദിലംബട തസ്യ വൈ ദേവദേവസ്യ ഹരേർ യജ്ഞപദേ പ്രഭോ ബ്രഹ്മണാ പ്രഭവോ ദൈവം ന തേഭ്യോ വിദ്യതേ പരം ഏവം സ വിപ്രോ ബൃഹവത്സൂത്തതാ ദൃഷ്ട്വാ സുഭൃക്തിരജിതം പരാജിതം തദ്ധ്യാനവേഗോദ്ഗതിതാത്മബന്ധനെ തദ്ധാത്മലേഭേ ചിരതസ്സദാംഗതീം ഏതദ് ബ്രഹ്മണ്യദേവസ്യ ശ്രുത്വാ ബ്രഹ്മണ്യതാം നരാ ലബ്ധഭാവോ ഭഗവതി കർമ്മബന്ധാത് വിമുച്യതേ. ഏതദ് ബ്രഹ്മണ്യദേവസ്യ ശ്രുത്വാ ബ്രഹ്മണ്യതാം നരാ ലബ്ധഭാവോ ഭഗവതി കർമ്മബന്ധാത് വിമുച്യതേ. ഈ കുചേലൻ്റെ ആഖ്യാനം കേട്ടാൽ എല്ലാവിധ ബന്ധത്തിൽ നിന്നും മുക്തി നേടി സർവവിധമായ ആ ഭഗവത് പ്രാപ്തി ലഭിക്കുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമംശ സംഹിതായാം ഉത്തരാർദ്ധേ പൃഥുഗോപാഖ്യ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പൃഥുഗോപാഖ്യാനം നാമ ഏകാശീതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.